പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കോഴിക്കോട് സിവിൽ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ചികിത്സാലയമുണ്ട്. നേച്ചർ ലൈഫ് പ്രകൃതി ചികിത്സാലയം. ദിവസവും 2:30 മണിക്ക് അവിടെ ഡോക്ടർമാർ രോഗികൾക്ക് ക്ലാസ് എടുക്കും. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് എൻ്റെ സഹധർമ്മിണി ഡോക്ടർ MC സൗമ്യയാണ് എടുത്തത്. സൗമ്യ ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ഒന്ന് പറഞ്ഞു. അവിടെ ഒരു ഹോട്ടൽ ഉടമ ചികിത്സയിലുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഹോട്ടലിൽ നിന്ന് നിങ്ങൾ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ലാത്തത് ഉഴുന്നുവടയും പൂരിയും ഭട്ടൂരയുമൊക്കെയാണ്. സൗമ്യയ്ക്ക് അതൊരു അതിശയമായി. അതെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഹോട്ടൽ ഉടമ പറഞ്ഞു, അയാൾ വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തുന്ന ആളാണ്. നിങ്ങൾ ഹോട്ടലിൽ പോയി പൂരിക്ക് ഓർഡർ ചെയ്യുന്നു. 5-10 മിനിറ്റിനുള്ളിൽ നല്ല ചൂടുള്ള പൂരി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വേറൊരു ടീം പൂരിക്ക് ഓർഡർ ചെയ്യുന്നു. അവർക്കും ഒരു 5-10 മിനിറ്റിനുള്ളിൽ പൂരി എത്തുന്നു. പിന്നീട് പൂരിക്ക് ഓർഡർ വരുന്നത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴും 5-10 മിനിറ്റിനുള്ളിൽ നല്ല ചൂടുള്ള ഫ്രഷ് പൂരി അവരുടെ മുന്നിലെത്തുന്നു. ഇതെങ്ങനെയാണ് എത്തുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വടയാണെങ്കിലും ഭട്ടൂരയാണെങ്കിലും നല്ല ചൂടിന് നമ്മുടെ മുന്നിലേക്ക് എത്തും. ഹോട്ടലുകാർ ഇതെല്ലാം ഉരുട്ടി പരത്തി റെഡിയാക്കി വയ്ക്കും. ഓർഡർ കിട്ടുമ്പോൾ അടുപ്പിന് മുകളിലിരിക്കുന്ന സ്റ്റവിൽ എണ്ണയുണ്ട്. അത് പലപ്പോഴും ദിവസങ്ങളായി ചൂടാക്കി മൊരിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും. അതിൽ എണ്ണ കുറയുന്നതനുസരിച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുകയാണ് സാധാരണ രീതി. അത് കത്തിക്കും, വീണ്ടും കത്തിക്കും. അതിലേക്ക് വടയിടും, അല്ലെങ്കിൽ പൂരിയിടും, അതുമല്ലെങ്കിൽ ഭട്ടൂരിയയുടെ തയ്യാറാക്കി വച്ചിരിക്കുന്ന പരത്തിയത് അല്ലെങ്കിൽ ഉരുട്ടിയെടുത്തത് ഇടും. അതങ്ങ് മൊരിഞ്ഞു കഴിയുമ്പോൾ ഫ്രഷായി നിങ്ങളുടെ മുന്നിലെത്തും. സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കും. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പൂരിക്ക് ഓർഡർ വന്നാൽ വീണ്ടും സ്റ്റവ് കത്തിക്കും, എണ്ണ ചൂടാക്കും, വീണ്ടും മൊരിക്കും. 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കത്തിക്കും, മൊരിക്കും, നൽകും, ഓഫ് ചെയ്തിടും. അതല്ലാതെ 24 മണിക്കൂറും രാവിലെ തുടങ്ങി വൈകിട്ട് വരെയൊക്കെ സ്റ്റവ് കത്തിച്ചിങ്ങനെ എണ്ണ ചൂടാക്കി നിർത്തിയാൽ ഗ്യാസിൻ്റെ നഷ്ടം, എണ്ണയുടെ കുറവ്, എന്ത് കാര്യത്തിന്? ഹോട്ടലുകാരത് ചെയ്യില്ല. ഒരിക്കൽ ചൂടാക്കിയ എണ്ണ വീണ്ടും ചൂടാക്കുന്നത് കരിയോയിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്. ഒരിക്കൽ ചൂടാക്കിയ എണ്ണ വീണ്ടും ചൂടാക്കുന്നത് ആത്മഹത്യാപരമാണ്, ക്യാൻസറിൻ്റെ കാരണമാണ്, കാർസിനോജൻ എന്ന് തന്നെ പറയണം. ആ എണ്ണയാവട്ടെ കേരളീയൻ്റെ ശരീരത്തിന് ചേരാത്ത തരം താണ വില കുറഞ്ഞ എണ്ണകൾ കൂടിയായിരിക്കും. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ അതുപോലുള്ള ട്യൂമർ ഉണ്ടാക്കുന്ന, മുഴകൾ ഉണ്ടാക്കുന്ന, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഉണ്ടാക്കുന്ന, അസിഡിറ്റി കൂട്ടുന്ന, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന എണ്ണകളായിരിക്കും. വറുത്തത് കഴിച്ചാൽ തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാകാം, അസിഡിറ്റി കൂടും. അപ്പോൾ പിന്നെ വൃത്തികെട്ട എണ്ണയിൽ അതും ആവർത്തിച്ച് ചൂടാക്കിയത് കൂടിയാണെങ്കിൽ നിങ്ങളുടെ ശവക്കുഴി നിങ്ങൾ തന്നെ തോണ്ടുകയാണ്. നമ്മുടെ നാട്ടിലെ ഹോട്ടലുകൾ എന്തുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ലോകത്ത് പിന്നെ ആരോടാണ് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറയാൻ കഴിയുക? ആരാണ് വേറെ ഉപയോഗിക്കുക? ഉത്തരേന്ത്യക്കാർ ഉപയോഗിക്കുമോ? തലയിൽ തേക്കാൻ ഉപയോഗിക്കും. കേരളത്തിലെ ഹോട്ടലുകൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചൂടാക്കിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്, ഇൻഡസ്ട്രിയൽ വെളിച്ചെണ്ണയല്ല. റിഫൈൻ ചെയ്ത എണ്ണകൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ ഹോട്ടലുകൾ ഏറ്റവും തരം താണ എണ്ണകൾ തന്നെ ഉപയോഗിക്കുമ്പോൾ അതും റിഫൈൻ ചെയ്ത് വൃത്തികേടാക്കി
അതിലെന്തെങ്കിലും പോഷകമൂല്യമുണ്ടെങ്കിൽ അതെല്ലാം നശിപ്പിച്ച് ക്യാൻസർ ഉണ്ടാക്കാൻ കഴിയുന്ന ലിക്വിഡ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന രീതിയിലുള്ള എണ്ണകളാണ് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ വാഹനങ്ങളുടെ കരിയോയിൽ ഊറ്റിയെടുത്ത് അത് ട്രീറ്റ് ചെയ്ത് വരുന്ന എണ്ണ ഉപയോഗിക്കുന്നതായി കേൾക്കുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണോ, ഏതെണ്ണ വേണോ, അത് എത്ര ശതമാനം വേണം എന്ന് ചോദിക്കും. 5% വെളിച്ചെണ്ണ, 95% ലിക്വിഡ് പാരഫിൻ പെട്രോളിയം പ്രൊഡക്റ്റാണ്. അതിൻ്റെ കൂടെ എസൻസ് കൂടെ ചേർത്താൽ ഒന്നാന്തരം സുഗന്ധമുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കാമെന്ന് പറയുന്നു. എന്തിനാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വിലയേറിയ സാധനത്തെ അവഗണിച്ച് അപകട സാധ്യതകൾ കൂടിയ എണ്ണകളുടെ പുറകെ പോകുന്നത്? ഇന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മഹാരോഗികളാക്കുന്നതിൽ നമ്മുടെ ഹോട്ടലുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഏതായാലും ഫുഡ് സേഫ്റ്റി കമ്മീഷണർമാർ വന്നിട്ട് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ചില പരിശോധനകളെല്ലാം നടത്തിയതിനെ തുടർന്ന് നമ്മുടെ ഹോട്ടലുകളിൽ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെയും ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കുറച്ചുകൂടെ അവർ ആരോഗ്യത്തിലേക്ക് ആഴ്ന്നിറങ്ങിയുള്ള ശ്രദ്ധ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 1, 2, 3 ആഴ്ചയെല്ലാം ഗ്രേവി അടിച്ചു വയ്ക്കുന്ന, പാചകം ചെയ്ത ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു രീതി കേരളത്തിലെ ഹോട്ടലുകളിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഫുഡ് സേഫ്റ്റി കമ്മീഷണർമാരുടെയും ഫുഡ് ഇൻസ്പെക്ടർമാരുടെയും അല്പം ശ്രദ്ധയോടെയുള്ള പരിശോധനകൾ കാരണം അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജാഗ്രതയുള്ള ഉപഭോക്താക്കളും ഇക്കാര്യത്തിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ഏറ്റവും ഭംഗിയായി നടത്തിയിരുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ആ സമയത്ത് എന്നോട് പറഞ്ഞത്, ഇല്ല സാർ, ഞങ്ങൾ 3 ദിവസം ഒന്നും ഒരു സാധനവും ഗ്രേവിയും വേവിച്ചതൊന്നും വയ്ക്കില്ല, മുതലാളി അത് സമ്മതിക്കില്ല. 3 ദിവസത്തിൽ കൂടുതൽ ഒന്നും വയ്ക്കില്ല സാർ എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ മറ്റുള്ള ഹോട്ടലുകളും 1 ദിവസം, 2 ദിവസം, 3 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ വേവിച്ചത് സൂക്ഷിക്കാറില്ല എന്നാണ് കേൾക്കുന്നത്. അതൊരു പുരോഗമനമാണെങ്കിലും അത് കഴിക്കുന്നവരുടെ ആരോഗ്യത്തിൽ പുരോഗമനമല്ല, അധോഗമനം തന്നെയാണ്. നമ്മൾ നല്ല കാശ് കൊടുത്തിട്ടല്ലേ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുന്നത്. നമുക്ക് ആ ആഹാരം ഫ്രഷായി തന്നെ പുതുമയോടെ കിട്ടാനുള്ള അവകാശമുണ്ട്. അത് തരാൻ ഹോട്ടലുകാർ ബാധ്യസ്ഥരുമാണ്. ഞങ്ങളുടെ സൗകര്യത്തിന് ഞങ്ങൾ അതിരാവിലെ ഗ്രേവിയെല്ലാം അടിച്ചു വയ്ക്കും, വെജിറ്റബിളും മറ്റു സാധനങ്ങളുമെല്ലാം പകുതി വേവിച്ച് വയ്ക്കും. നിങ്ങൾ വന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഫ്രഷാണ് സാർ എന്ന് പറഞ്ഞിട്ട് ഈ പഴയ ഗ്രേവിയും പകുതി വെന്തിരിക്കുന്ന പഴയ വേവിച്ച സാധനങ്ങളും കൂട്ടിക്കലർത്തി രണ്ടാമതും ചൂടാക്കി തരുന്നത് അത് നിങ്ങളുടെ സൗകര്യമായിരിക്കാം. ഞങ്ങൾക്ക് വേണ്ടത് അതല്ല. ഞങ്ങൾക്ക് ഫ്രഷായ ഭക്ഷണം കിട്ടണം. പാചകം ചെയ്താൽ 2 മണിക്കൂറിനുള്ളിലുള്ള ഭക്ഷണം കിട്ടണമെന്ന് പറയാൻ ഹോട്ടലുകളിൽ പോകുന്നവർ നിർബന്ധം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതൊരു നിയമമായിട്ട് മാറണം. എങ്കിൽ മാത്രമേ ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പലരും പറയാനുള്ള സാധ്യതയുണ്ട്, ഹോട്ടലുകളിൽ അത് നടക്കില്ല, ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അവർ പറയുന്ന കാശ് കൊടുക്കുന്നത്. ഈ കാശുണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ട് ഈ ഭക്ഷണം നേരെ ചൊവ്വേ മര്യാദക്ക് തരാനുണ്ടാകില്ലല്ലോ. ആ കാശുണ്ടാക്കാൻ നമ്മൾ അനുഭവിച്ചിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതിൽ താഴെയുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഫ്രഷായ ഭക്ഷണം നൽകാനായിട്ട് ഹോട്ടലുകാർക്ക് ബുദ്ധിമുട്ടുള്ളൂ. തായ്ലാൻഡിൽ നിങ്ങൾ ചെന്ന് ഓർഡർ കൊടുക്കുമ്പോഴാണല്ലോ ഭക്ഷണ സാധനങ്ങൾ അവരുണ്ടാക്കി തരുന്നത്. ഇതുപോലെ വൃത്തികെട്ട ഗ്രേവി 6 മണിക്കൂറും 8 മണിക്കൂറും 24 മണിക്കൂറും പഴകിയ ഗ്രേവി റെഫ്രിജറേറ്ററിൽ നിന്ന് എടുത്തു തരുന്ന സമ്പ്രദായം അവിടെ ഇല്ലല്ലോ. പക്ഷേ അവിടുത്തെ ഹോട്ടലുകൾ, ഇന്ത്യൻ ഹോട്ടലുകളൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. മറ്റു ഹോട്ടലുകളിൽ അതില്ല. നമ്മൾ ആ രാജ്യങ്ങളിൽ ചീരക്കറി ഓർഡർ ചെയ്താൽ അവർ ഫ്രഷായ ചീര കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. അതെടുത്ത് അവരുടെ പാനിലിട്ട് ചൂടാക്കി ചേർക്കാനുള്ള സാധനങ്ങളും ചേർത്ത് ഫ്രഷായി തരുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഹോട്ടലുകാർക്കത് ചെയ്തുകൂടാ? ഞാൻ ഇടയ്ക്ക് ഹോട്ടലിൽ കയറുമ്പോൾ
അവരോട് ചോദിക്കും ഫ്രഷായിട്ട് എന്ത് തരാൻ സാധിക്കും? ഇവിടെ എല്ലാം ഫ്രഷാണ് സർ. എടോ, രാവിലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയും പകുതി വേവിച്ച പച്ചക്കറികളോ ഒന്നും എനിക്ക് തരാൻ പാടില്ല. ഇപ്പോൾ ഗ്രേവി എടുത്ത് വെജിറ്റബിൾ കട്ട് ചെയ്ത് എന്ത് തരാൻ സാധിക്കും? അത് ബുദ്ധിമുട്ടാണ് സർ. ബുദ്ധിമുട്ടാണെന്നറിയാം. ആ ബുദ്ധിമുട്ട് മുട്ടാൻ തയ്യാറുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. എന്നാ ഷെഫിനോട് ചോദിച്ചിട്ട് വരാം സർ. അകത്തേക്ക് പോകും. സർ, ഷെഫ് തിരക്കിലാണ് സർ. ടൊമാറ്റോ ഫ്രൈ തരാം സർ. അത് മാത്രമാണ് പലപ്പോഴും കിട്ടുക. ഇപ്പോഴായ പിന്നെ മിക്സ്ഡ് വെജിറ്റബിൾ കറി കൂടെ തരാം എന്ന് ചില ഹോട്ടലുകൾ പറയുന്നുണ്ട്. അത് മതി. പ്ലെയിൻ റൈസ് കഴുകി ഇപ്പോഴിട്ടിട്ട് എനിക്കുണ്ടാക്കി തരണം. പറ്റുമോ സർ? സമയമെടുക്കും സർ. സമയമെടുത്തോട്ടെ, എടുത്തു തന്നാൽ മതി, എനിക്ക് ഫ്രഷായിട്ട് കിട്ടണം. എന്നിട്ട് പോലും ചില ഹോട്ടലുകാർ ഗ്രേവി പഴയതെടുത്ത് നേരത്തെ അല്പം മുമ്പുണ്ടാക്കി 5-6 മണിക്കൂറേ ആയിട്ടുള്ളൂ എന്ന രീതിയിൽ കൊണ്ടുവരാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം, പലരെയും സംബന്ധിച്ചിടത്തോളം ആഹാര സാധനങ്ങളുടെ പഴക്കത്തിൻ്റെ കുഴപ്പം അറിയില്ല. അത് ഹോം മോർച്ചറിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നാണ് അവരുടെ വിചാരം. അങ്ങനെയല്ല. നിങ്ങൾ ഷിപ്പിലെ രീതി, കപ്പലുകളിലെ ആഹാര രീതി ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. 12 മണിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാൽ ചെന്ന് കഴിക്കാം. 2 മണി അടിച്ചാൽ ആ ഭക്ഷണ സാധനങ്ങൾ ബാക്കിയുള്ളതെല്ലാം എടുത്ത് വേസ്റ്റിലിടും. അതാണ് ഷിപ്പിലെ നിയമം. എന്തുകൊണ്ടാണെന്നറിയാവോ? ഒരിക്കൽ ചൂടാക്കുന്ന ഭക്ഷണത്തിന് ആരോഗ്യത്തിൻ്റെ ആയുസ് 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആ 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് നമ്മുടെ ദഹനേന്ദ്രിയത്തിന് യോജിക്കാത്ത തരത്തിലേക്ക് മോശമാകും. ഷിപ്പിൽ അങ്ങനെയൊരു കുഴപ്പം ഭക്ഷണത്തിൽ നിന്നുണ്ടായാൽ അനുഭവിക്കുകയേ നിവൃത്തിയുള്ളൂ. മരണം സംഭവിച്ചു എന്ന് വരാം. ആ ഫുഡ് പോയ്സണിങ് ഒഴിവാക്കാനായിട്ടാണ്. ഇപ്പോൾ പാചകം ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞത് വീണ്ടും വീണ്ടും ചൂടാക്കിയത് ഒക്കെ ഫുഡ് പോയ്സണിങ്ങിൻ്റെ കാരണമാണ്. ആരോഗ്യവകുപ്പിൽ പഠനമൊക്കെ നടത്തിയിട്ട് ശാസ്ത്രീയമായി പറയും ഷിഗല്ല ബാക്ടീരിയയാണ് കൊന്നത്. അല്ല, ആഹാര സാധനം വേവിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് പല മണിക്കൂറുകൾ പിന്നെയും കഴിഞ്ഞ് വീണ്ടും വീണ്ടും ചൂടാക്കി, അങ്ങനെയാണ് ഫുഡ് പോയ്സണുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലായാലും ഹോട്ടലിലായാലും എവിടെയാണെങ്കിലും പാചകം ചെയ്ത് 2 മണിക്കൂറിനുള്ളിൽ കിട്ടുന്ന ഭക്ഷണം വേണമെന്ന് ശാഠ്യം പിടിക്കേണ്ടതുണ്ട്. കാശ് കൊടുക്കുന്നതാണ്. പാടുപെട്ട് പണിയെടുത്തുണ്ടാക്കിയ കാശ് കൊടുത്ത് കൂടുതൽ കാശ് ദൂർത്തടിച്ചാലും ആരോഗ്യം ശരിയാക്കിത്തരാനാവാത്ത വിഷസാധനങ്ങൾ കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കണം. ആഹാര സാധനം ഒരു ഹോട്ടലുകാർ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ അതിൻ്റെ നിറത്തിൻ്റെ ഭംഗിയോ വായിൽ വയ്ക്കുമ്പോൾ തോന്നുന്ന രുചിയോ അല്ല നോക്കേണ്ടത്, അതിൻ്റെ പുതുമ. എത്ര പഴക്കമുണ്ട്, എത്ര മണിക്കൂറായി ഇതിൻ്റെ വർക്ക് നിങ്ങൾ തുടങ്ങിയിട്ട്. ചൂടാക്കിയതിൻ്റേതല്ല, രണ്ടാമത് ചൂടാക്കിയതിൻ്റേതല്ല, ഇതാദ്യം വേവിക്കാൻ തുടങ്ങിയ സമയം ഏതാണ്, ഇതിൽ ചേർത്തിരിക്കുന്ന ഏത് വസ്തുക്കളാണ്, ഇതിൽ ചേർത്തിരിക്കുന്ന മല്ലി, മുളക് പൊടി, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, ഏതെണ്ണയാണ് നിങ്ങൾ ചേർത്തിട്ടുള്ളത്. എനിക്ക് വെളിച്ചെണ്ണയിൽ തന്നെ വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതല്ലേ? ഒരു സ്റ്റേജിന് മുകളിലുള്ള ഹോട്ടലുകളിൽ നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അവരത് ചെയ്തു തരുന്നുണ്ട്. എക്സ്ട്രാ ഫ്രഷ് തന്നെ വേണമെന്ന് പറഞ്ഞാലും ചെയ്തു തരുന്നുണ്ട്. തരില്ല എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിൻ്റെ പേരിന്, സൽപ്പേരിന് മോശം കൂടിയാണ്. നിങ്ങളതെടുത്ത് സോഷ്യൽ മീഡിയയിലേക്കെങ്ങാനും ഇട്ടാൽ ആ ഹോട്ടലിന് അത് വലിയ ക്ഷീണം ചെയ്യും. അതുകൊണ്ട് ഹോട്ടലുകളിൽ പോകുന്നവർ ഇതൊരു ശൈലിയാക്കണം, നിർബന്ധം പിടിക്കണം. ഊണ് കഴിക്കാൻ പോകുന്നവർ കഴിയുന്നതും 12 മണി, 1 മണി, 2 മണിക്ക് മുമ്പ് തന്നെ. പക്ഷെ പല ഹോട്ടലുകളിലും വെളുപ്പിന് തുടങ്ങി ഓരോരോ കറികൾ ഉണ്ടാക്കി വെക്കുന്ന രീതിയാണ്. അവിടെ 12 മണിക്ക് പോയിട്ടും വലിയ കാര്യമില്ല. പക്ഷേ ഈ നിർബന്ധം നമ്മൾ പിടിക്കാൻ തുടങ്ങിയാൽ ഹോട്ടലുകാർ ആഹാരം ഏറ്റവും ഫ്രഷായി തന്നെ തരുന്ന ഒരന്തരീക്ഷം ഉണ്ടാകും.
ആത്മഹത്യ ചെയ്യാൻ ഫുർഡാൻ കഴിച്ചിട്ട് ആളുകൾ രക്ഷപ്പെടുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ പല ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിച്ച് കീടനാശിനി കുടിച്ച് മരിക്കുന്നവരെ പോലെ തന്നെ മരിക്കുകയാണ് മനുഷ്യർ. കീടനാശിനി കഴിച്ചിട്ടും രക്ഷപ്പെടുന്നവർ പോലും ആ ശതമാനം പോലും രക്ഷപ്പെടുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ടാകുന്നത് നിങ്ങളുടെ മനസ്സിൽ വേണം. നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെ കൂടെ കൂട്ടി നിങ്ങൾ കഴിപ്പിക്കുന്ന ഭക്ഷണമാണ്. അത് ആരോഗ്യകരമായി കിട്ടാനുള്ള ഷാഠ്യം പുലർത്തണം. ആഹാരത്തിൽ നിറങ്ങൾ ചേർത്തിട്ടുണ്ടോ? ഇപ്പോൾ ഹോട്ടലുകളിൽ നിറങ്ങൾ ചേർക്കുന്നത് അവർ നിർത്തിയിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് ഒരു അഭിനന്ദനങ്ങൾ വീണ്ടും ഞാൻ നൽകുകയാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് അഭിനന്ദനങ്ങൾ നൽകുകയാണ്. പക്ഷേ ബേക്കറികളിൽ അതെല്ലാം ആവാമെന്നുള്ളതാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഫുഡ് ഇൻസ്പെക്ടർമാരും ഫുഡ് സേഫ്റ്റി കമ്മീഷണറും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥന. അതേപോലെ അജിനമോട്ടോ, രുചി വർദ്ധിപ്പിക്കാൻ ചേർത്തിരിക്കുന്ന സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ കൂടെ നിങ്ങൾക്ക് സാധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം നിങ്ങൾ കഴിയുന്നത്ര പങ്കുവയ്ക്കണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ രാവിലെ 6:30 മണിക്ക് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.